നമസ്കാരം. മുഖ്യമന്ത്രി ആരാകണം, UDF അധികാരത്തിൽ വന്നാൽ ആരാകണം എന്നൊക്കെയുള്ള ചർച്ചകൾ വളരെ സമ്പൂർണ്ണമായി നടന്നുകൊണ്ടിരിപ്പുണ്ട്. അതിന് തിരികൊളുത്തിയത് NSS എന്ന് പറയപ്പെടുന്ന സമുദായ നേതാവായിട്ടുള്ള സുകുമാരൻ നായരാണ്. സുകുമാരൻ നായർ പക്ഷേ ആരെയാണ് മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞത്? യോഗ്യനെന്ന് പറഞ്ഞത് രമേശ് ചെന്നിത്തലയെ. സത്യത്തിൽ അതാണോ ഈ സുകുമാരൻ നായരുടെ മനസ്സിലിരിപ്പ് എന്നറിയേണ്ടതുണ്ട്. തങ്ങളുടെ സമുദായത്തിന് കേരളത്തിലെ താക്കോൽ സ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു കളിയാണ് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ താക്കോൽ സ്ഥാനം തൻ്റെ കൈവശം തരുന്ന സ്വസമുദായത്തിലെ ഒരു നേതാവ് കേരളം ഭരിക്കണമെന്നൊരു ചിന്ത G. സുകുമാരൻ നായർക്ക് തുടങ്ങിയിട്ട് ഏറെ നാളായി. ന്യൂനപക്ഷ സർക്കാരിനെ നയിച്ച ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി സ്വസമുദായത്തിൽപ്പെട്ട രമേശ് ചെന്നിത്തലയെ അന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് കൊണ്ടുവരുവാൻ ഈ സുകുമാരൻ നായർ കളിച്ച കളിയൊക്കെ ജനം കണ്ടതാണ്. ഒടുവിൽ രമേശ് ചെന്നിത്തല, അല്ലെങ്കിൽ അന്ന് ആ രമേശ് ചെന്നിത്തലയ്ക്ക് കയ്യിൽ അതുവരെ ഉണ്ടായിരുന്ന KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഏൽക്കേണ്ടി വന്നതും ജനം കണ്ടു. സ്വസമുദായത്തിലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തട്ടിയെറിഞ്ഞാണ് തൻ്റെ കയ്യിൽ താക്കോൽ തരുന്ന രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയാക്കുവാൻ അന്ന് സുകുമാരൻ നായർ കളി കളിച്ചത്. ആഭ്യന്തര പദത്തിലേറിയ ചെന്നിത്തല ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനം തെറിപ്പിച്ച് മുഖ്യമന്ത്രിയാകുമെന്ന് പലരും കണക്കുകൂട്ടിയിരിക്കാം. എന്നാൽ ഈ കണക്കുകൂട്ടലുകളെല്ലാം തന്നെ അസ്ഥാനത്താവുകയായിരുന്നു. കാരണം ഉമ്മൻചാണ്ടിയെ തകർക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ സരിതയുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വന്നത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ആയിരുന്നു എന്ന കാര്യം ജനം വിസ്മരിക്കരുത് എന്നുകൂടി പറയട്ടെ. അതിനെല്ലാം ഉമ്മൻചാണ്ടി അതിജീവിച്ചുകൊണ്ട് കേവല ഭൂരിപക്ഷം മാത്രമുള്ള UDF സർക്കാരിനെ 5 വർഷക്കാലം അധികാരത്തിൽ താങ്ങി നിർത്തി, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു, അങ്ങനെ അധികാരത്തിൽ കൊണ്ടെത്തിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നീടാണ് നടന്ന തെരഞ്ഞെടുപ്പിൽ UDFന് അധികാരത്തിൽ തിരിച്ചെത്താമായിരുന്നെങ്കിൽ കൂടിയും നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ചരട് വലിച്ച് ഗ്രൂപ്പ് കളിച്ച് ഭരണം നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മളന്ന് കണ്ടത്. ഇതിന് പിന്നിലെല്ലാം G. സുകുമാരൻ നായർ എന്ന ആ നേതാവിൻ്റെ അദൃശ്യകരം ഉണ്ടായിരുന്നു എന്നത് വിസ്മരിക്കാനാവില്ല. ഒരു സമുദായത്തെയും താഴ്ത്തി പറയുന്നതല്ല. പക്ഷേ TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ മുഴുവൻ പ്രതികളെയും പിടിച്ചകത്താക്കിയ സർക്കാർ അന്നത്തെ സർക്കാരായിരുന്നു. അതായത് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു ഇവരെല്ലാം പിടിച്ചകത്താക്കിയത്. അന്നത്തെ ആഭ്യന്തരം ആരാ കൈകാര്യം ചെയ്തിരുന്നത്? രമേശ് ചെന്നിത്തലയ്ക്ക് മുൻപുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന നേതാവായിരുന്നു. വളരെ കൃത്യമായ ആഭ്യന്തര വകുപ്പ് മന്ത്രി. അദ്ദേഹം ആ വീരപരിവേഷത്തിൽ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി NSSൻ്റെ സമ്മർദ്ദം മൂലം രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രിയാക്കിയത് എന്നുള്ളതാണ്. ഇതൊക്കെ ജനങ്ങളുടെ നീരസത്തിനിടയാക്കിയ ഒരു കാര്യമായിരുന്നു എന്ന് കോൺഗ്രസ്സുകാരെങ്കിലും മറന്നുപോകരുത്. ഇക്കാര്യത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മുറുമുറുപ്പ് കൂടി നമ്മളന്ന് കണ്ടതാണ്. പിന്നീട് ഈ UDFൻ്റെ ഭരണമൊക്കെ നഷ്ടപ്പെട്ട UDFനെ പ്രതിപക്ഷത്തിരുന്ന് നയിച്ചത് രമേശ് ചെന്നിത്തലയായിരുന്നു എന്നുള്ളതും വസ്തുതയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ ആത്മവിശ്വാസം തന്നെയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തുമെന്നുള്ളത്. അന്നൊക്കെ ഈ ഒന്നിടവിട്ടൊക്കെ മുന്നണികൾ ഭരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നല്ലോ കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ്. ചെന്നിത്തലയുടെ അമിതമായിട്ടുള്ള ആത്മവിശ്വാസവും അതിന് പിന്നിലുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF മികച്ച ഭൂരിപക്ഷത്തിൽ വീണ്ടും അധികാരത്തിലെത്തുന്നതാണ് കേരളം കണ്ടത്. അന്നും ഇതുപോലെ പ്രതിപക്ഷ നേതാവായ തൻ്റെ സ്വന്തം സമുദായ നേതാവ് മുഖ്യമന്ത്രിയാകുമെന്ന് ഉറച്ചു വിശ്വസിച്ച G. സുകുമാരൻ നായർക്കും മുഖ്യമന്ത്രി പദവി സ്വപ്നം കണ്ട് നടന്ന രമേശ് ചെന്നിത്തലയ്ക്കും കരണത്തിനേറ്റ അടിയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് മറക്കാൻ കഴിയില്ല. പിന്നീട് പ്രതിപക്ഷ നേതാവാകാൻ ചെന്നിത്തലയും ആ സ്ഥാനത്തേക്ക് ചെന്നിത്തലയെ കൊണ്ടുവരാൻ G. സുകുമാരൻ നായരും ആഗ്രഹിച്ചുവെങ്കിലും കോൺഗ്രസും കോൺഗ്രസിലെ നേതാക്കളും അണികളുമൊക്കെ പ്രതിപക്ഷ നേതാവായി ചെന്നിത്തലയെ വേണ്ട എന്ന് തന്നെ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ MLA മാത്രമായിരുന്ന VD സതീശൻ, ആ VD സതീശൻ പ്രതിപക്ഷ നേതാവാകുന്നത്. ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു തിരിച്ചുവരവ് രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാവില്ല എന്നത് മറ്റാരെക്കാളും നന്നായി അറിയാവുന്ന ആൾ കൂടി ആരാണ് എന്ന് ചോദിച്ചാൽ അത് G. സുകുമാരൻ നായർ തന്നെയാണ്. പണ്ട് K. കരുണാകരന് ശേഷം കേന്ദ്രത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ ഏറ്റവും പിടി ഉണ്ടായിരുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ ചെന്നിത്തലയ്ക്കായിരുന്നു. ഇപ്പോൾ പിന്നെ ആ പിടി പോയിട്ട് ഒരു പിടിവള്ളി പോലും ഇല്ല എന്നുള്ളതാണ്. അവിടെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ശിഷ്യൻ്റെ കളിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഒരു വിരൽ അനക്കണമെങ്കിൽ KC വേണുഗോപാൽ എന്ന ശിഷ്യൻ പറയണമെന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു.
ഇതെങ്ങനെ മുതലാക്കണമെന്നുള്ള ഒരു ഗവേഷണത്തിലാണ് ഇപ്പോൾ ജി സുകുമാരൻ നായർ. അതായത് രമേശ് ചെന്നിത്തലയെ മുന്നിൽ നിർത്തി കളിപ്പിച്ച് വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കി കൊണ്ടുവരുവാനുള്ള ഒരു കളിയല്ലേ ഇപ്പോൾ ജി സുകുമാരൻ നായർ ഇവിടെ നടത്തുന്നത്. ഇപ്പോൾ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലൊരു കളിയാണ് എന്നുള്ള വിലയിരുത്തലാണ് ഉണ്ടാകുന്നത്. പാവം ചെന്നിത്തലയ്ക്കാണെങ്കിൽ ഇത് മനസ്സിലാകുന്നുമില്ല. അതായത് UDF അധികാരത്തിലെത്തിയാൽ സംസ്ഥാന കോൺഗ്രസിലെ ഒരുപാട് നേതാക്കൾ മുഖ്യമന്ത്രി കോട്ട് തയ്പ്പിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പല സമുദായത്തിൻ്റെ നോമിനികളായി എത്താൻ താല്പര്യപ്പെടുന്നവരും ഇതിനകത്തുണ്ട്. എന്നാൽ താക്കോൽ സ്ഥാനം NSSന് വേണമെന്ന വിചാരം ജി സുകുമാരൻ നായരെ ഭരിക്കുന്നു എന്നതാണ് യഥാർത്ഥ സത്യമെന്ന് പറയപ്പെടുന്നത്. എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയാക്കണം ഒരു നായരെ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നായർ ആണെങ്കിൽ കൂടിയും സുകുമാരൻ നായരെ അംഗീകരിക്കുന്ന ആളല്ല ഈ നായർ. കെ മുരളീധരനാണെങ്കിൽ NSS പോലെ മറ്റെല്ലാ സമുദായങ്ങളുമായി നല്ല ബന്ധമുള്ള ഒരാൾ കൂടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ വേണുഗോപാൽ തന്നെയാണ് ഉത്തമനായ നായരെന്ന് കാണേണ്ടി വരും. പണ്ട് വേണുഗോപാലുമായി ചേർച്ചക്കുറവുണ്ടായിരുന്നുവെങ്കിലും വേണു കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൽ ആധിപത്യം സ്ഥാപിച്ചതോടുകൂടി ഇപ്പോൾ അതെല്ലാം അങ്ങ് മറക്കുകയാണ്, അല്ലെങ്കിൽ കെട്ടടങ്ങുകയാണ് സുകുമാരൻ നായർ. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് കോൺഗ്രസ് നേതാക്കൾ തമ്മിലടിക്കുമ്പോൾ അപ്പോൾ ഹൈക്കമാൻഡിൻ്റെ നോമിനിയായിട്ട് ആരെ KC വേണുഗോപാൽ വരുവാനുള്ള സാഹചര്യം പരസ്യമായ ഒരു രഹസ്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജി സുകുമാരൻ നായർ ഇപ്പോൾ ഈ രമേശ് ചെന്നിത്തലയെ ഉയർത്തിക്കാട്ടുമ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പാണ്: തർക്കം. അപ്പോൾ ആ തർക്കം ഒഴിവാക്കണം, NSSനെ തൃപ്തിപ്പെടുത്തണം, മൂന്നാമതായിട്ടുള്ള KC വേണുഗോപാലിനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും വേണം, അങ്ങനെ ഉയർത്തിക്കാട്ടുകയും വേണം. അങ്ങനെ വരണമെന്നുള്ള ജി സുകുമാരൻ നായരുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. NSSനെ തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ കൂടി അങ്ങനെ വരുത്തി അത് തൻ്റെ അക്കൗണ്ടിലാക്കാനാണ് ഇപ്പോൾ ജി സുകുമാരൻ നായർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് വേലായുധനോട് തന്നെ എന്നുള്ളത് പറയും പോലെ പാവം രമേശ് ചെന്നിത്തല ഇതൊന്നും അറിയുന്നില്ല. KC വേണുഗോപാൽ ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തിയാൽ സ്വാഭാവികമായിട്ടും ഹൈക്കമാൻഡ് കെട്ടിയിറക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി KC വേണുഗോപാലിന് വരാൻ കഴിയും. ഇവിടെ NSSൻ്റെ സുകുമാരൻ നായർ കളിക്കുന്നത് പോലെ രമേശ് ചെന്നിത്തലയും VD സതീശനുമായിട്ടുള്ള രണ്ട് നായർ സമുദായക്കാരെ തമ്മിലടിപ്പിച്ചാൽ ആ തമ്മിലടി കോൺഗ്രസിന് ദുർബലമാക്കുമെന്നുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുത്താൽ KC വേണുഗോപാലിനെ കെട്ടിയിറക്കി ഇവിടെ നായരുടെ മുഖ്യമന്ത്രിയാക്കി മാറ്റുകയും ചെയ്യാം. ഈ സുകുമാരൻ നായരുടെ ഈ കളി എത്ര നാൾ തുടരും എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള സമുദായ അംഗങ്ങളുടെ, സമുദായ നേതാക്കന്മാരുടെ വാക്ക് കേട്ടിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ മൂന്നാമതൊരിക്കൽ കൂടി LDF സർക്കാർ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസ്സുകാരാണ്. അത് വേണുഗോപാലാണെങ്കിലും സുധാകരനാണെങ്കിലും രമേശനാണെങ്കിലും സതീശനാണെങ്കിലും മനസ്സിലാക്കുക, ഇവിടെ കോൺഗ്രസ്സുകാർക്ക് ആത്മാഭിമാനമുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ സമുദായാംഗങ്ങളുടെ SNDP ആവട്ടെ, NSS ആകട്ടെ, കോൺഗ്രസ്സുകാരിൽ നിന്ന് തന്നെയുള്ള പല ജാതിക്കാരാകട്ടെ, ആര് വേണമെന്ന് ജനങ്ങൾ തീരുമാനിക്കും, സമുദായാംഗങ്ങളല്ല തീരുമാനിക്കേണ്ടത്. അല്ലാതെ സമുദായാംഗങ്ങളുടെ വാക്ക് കേട്ടിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇനിയും നിങ്ങൾ പ്രതിപക്ഷത്ത് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് വേണുഗോപാലാണെങ്കിൽ ഈ കേരളം ഭരിക്കാൻ അദ്ദേഹം ഒട്ടും യോഗ്യനല്ല എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. പകരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമരവും സഹനവുമായി നടക്കുന്ന പല നേതാക്കന്മാരുണ്ട്. അവരിൽ നിന്നൊരാൾ UDFൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എത്തട്ടെ, അവർ കേരളം ഭരിക്കാൻ തയ്യാറാകട്ടെ.